ഹായ്, ഹസീന സൂപ്പർ കിച്ചണിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. 5 മണിയായപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ വന്നപ്പോൾ തന്നെ 3 മണിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 3:36 ആയിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കിച്ചണിലേക്ക് കയറി. അവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഞാൻ മിനിഞ്ഞാന്നേ എല്ലാവരോടും പറഞ്ഞിരുന്നു കിച്ചണൊന്ന് വൃത്തിയാക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ അങ്ങോട്ടൊന്ന് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കിച്ചൺ ആ ഒരു സൈഡ് ഈ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ആ പാത്രങ്ങളെല്ലാം അവിടെ നിന്നെല്ലാം പറക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് അത് അവിടെ ഒന്ന് നന്നായിട്ട് ക്ലിയറിങ് ചെയ്തിട്ട് ഗ്യാസ് അടുപ്പും ഒരു സ്റ്റാൻഡ് മാത്രമേ ഞാൻ ആ ഒരു വശത്ത് വെക്കുന്നുള്ളൂ. എന്നാലേ നമുക്ക് എന്തെങ്കിലും ഒന്ന് പാചകം ചെയ്യാനുള്ള ഒരു ഇതുള്ളൂ. പിന്നെ ആ കാണുന്ന ആ വശം മൊത്തം, ആ കല ഇരിക്കുന്ന ആ വശം മൊത്തം പോയറയാണ് നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ സുഖമില്ലാതെ ആയതിനു ശേഷമാണ് ഞാൻ അടുപ്പിൽ ഇവിടെ നിങ്ങൾ പാചകം ചെയ്യാത്തത്. അതുകൊണ്ടാണ്. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പേപ്പർ അങ്ങനെ വെച്ച് നമ്മളത് മറവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ മൊത്തം പോയറയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പം അതൊന്ന് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ കയറിയത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറക്കി ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തന്നെ അപ്പുറത്ത് ഈ വശത്ത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇപ്പുറത്തെ വശത്തെ പാത്രങ്ങളൊക്കെ ചരുവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാമെന്ന് കരുതിയാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നും എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഇത്രയും നേരം ആയപ്പോൾ തന്നെ എൻ്റെ 2 വശം എനിക്കങ്ങ് ഒടിഞ്ഞു പോണ കണക്ക് വേദനയാണ്. കഴുത്തൊരു വശം കൊണ്ട് വേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടിപ്പോയാൽ ഒരു 10-20 മിനിറ്റും കൂടി എനിക്ക് നിൽക്കാൻ കഴിയുമായിരിക്കും. എന്തായാലും ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും. പിന്നെ ബാക്കി നാളത്തേക്ക് മാറ്റി ഞാൻ. അപ്പോൾ ഒരു കുപ്പി എടുത്ത് മുകളിലിട്ടപ്പോഴത്തേക്ക് അത് വന്ന് തറയിൽ വീണു. കണ്ടല്ലോ, ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും അവിടെ മൊത്തം ക്ലീനാക്കി. ഇത്രയും ചെയ്തപ്പോൾ ഞാൻ തളർന്നു. അപ്പോൾ ബാക്കി എൻ്റെ മോളാണ് ചെയ്യുന്നത്. മോള് കുറച്ച് ജോലികളൊക്കെ മക്കൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച്, ദിവാങ്കോട്ടിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു അവൾ അത് അതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഇനി അടുത്ത വീഡിയോ